ഹായ്, നമ്മുടെ ഇന്നത്തെ യാത്ര മുളയ്ക്കാന്തുരുത്തിക്കായിരുന്നു. നമ്മൾ ചെല്ലുമ്പോൾ കാഴ്ചയാണ് ഈ ബസ് സർവീസ് ഇവിടം വരെ നിർത്തി വെച്ചിരിക്കുകയാണ്. അത് മുളയ്ക്കാന്തുരുത്തി പാലത്തിൻ്റെ അവിടം വരെ. ഇത് സെൻറ്റ് ജോർജ് ജ്ഞാനായ ചർച്ച് മുളയ്ക്കാന്തുരുത്തി. ആ പള്ളിയുടെ സൈഡിലത്തെ പാലത്തിലെല്ലാം വണ്ടികളാണ്. അതായത് താഴോട്ട് വീട്ടിലോട്ട് പോകാൻ പറ്റാത്ത വണ്ടികളെല്ലാം പാലത്തിൽ നിർത്തി വെച്ചിരിക്കുകയാണ്. ഈ പള്ളിയുടെ ഫ്രണ്ടിൽ ഫുള്ള് പോള നിറഞ്ഞിരിക്കുകയാണ്. അതായത് മുളയ്ക്കാന്തുരുത്തി പാലത്തേൽ. ഈ പോള ഇന്നലെ വന്നതൊന്നുമല്ല. എന്നിട്ട് ഇന്ന്, അതായത് 6-ാം തീയതി ഓഗസ്റ്റ് മാസം 2026-ാം തീയതിയാണ് അത് ക്ലീൻ ചെയ്യാൻ വന്നിരിക്കുന്നത്. കുട്ടനാട് ആലപ്പുഴ ഫുള്ള് വെള്ളത്തിലാണ്. എല്ലാവരും വീടുകൾ ഉപേക്ഷിച്ച് ക്യാമ്പിലൊക്കെയാണ്. അന്നേരമാണ് ഇവർ ഈ പോള ക്ലീൻ ചെയ്യുക. അപ്പം അവിടുന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി. അതായത് ഇത് പുതിയതായിട്ട് പണിയുന്ന മുളയ്ക്കാന്തുരുത്തി കാവാലം റോഡാണ്. ആ റോഡിൽ ചെന്നപ്പോഴത്തേക്ക് കുറച്ച് ഭാഗം മാത്രം വെള്ളമില്ല. പക്ഷേ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേന് ഫുള്ള് വെള്ളമാണ്. അതുകൊണ്ട് ആൾക്കാർ നീന്തിയാണ് വരുന്നത്. മുട്ടിന് മേളിൽ വെള്ളമുണ്ട്. ഈ വെള്ളക്കെട്ട് കാരണമാണ് ബസ് സർവീസ് അങ്ങോട്ട് നടത്താത്തത്. എന്നുവെച്ചാൽ ആ പോള നിൽക്കുന്ന കാരണം അവിടുത്തെ വെള്ളം ഫുള്ള് കണ്ടത്തിലോട്ട് കയറി വഴിക്ക് കയറി കിടക്കുകയാണ് ഈ കാഴ്ച. ഇവിടുന്ന് കാവാലം അങ്ങോട്ടൊക്കെ പോകുന്ന ആൾക്കാരാണ് ഈ നടന്നു വരുന്നത്, ബൈക്കിൽ പോകുന്നതൊക്കെ. ബസ് സർവീസ് ഇല്ലാത്ത കാരണം ഇത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തന്നെയാണെന്ന് പറയാൻ പറ്റും. എന്നു വെച്ചാൽ മഴ പെയ്യുമെന്നൊക്കെ അറിയാമെങ്കിലും ഇവരെന്തുകൊണ്ട് നേരത്തെ ഈ പോള ക്ലീൻ ചെയ്തില്ല? ഇതിപ്പം വഴിയും കണ്ടവും എല്ലാം ഒരേ ലെവലിൽ വെള്ളം നിൽക്കുകയാണ്. ഇനി ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം ഫുള്ള് വഴിക്ക് കയറും. ഇതിൽ നടന്നു പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാവും. ഇപ്പോൾ ഇവിടെ മാത്രം കുറച്ച് പൊക്കമുള്ളതാണ് ഈ വണ്ടി നടന്നു പോകാൻ നമുക്ക് പറ്റുന്നത്. ഈ സോണിൻ്റെ സൈഡിലെല്ലാം ഒത്തിരി വീടുകളുള്ള ഈ വീടുകളെല്ലാം വെള്ളത്തിലാണ്. ആ ഒരു വീടാണ്, ആ വീടും ഫുള്ള് വെള്ളത്തിലാണ്. പക്ഷേ നമുക്ക് സൂം ചെയ്യാൻ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ കാണിക്കാറ്. ഇത് പാലത്തിൻ്റെ ഇക്കരയിൽ നിന്ന് പോള ക്ലീൻ ചെയ്ത് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. വലിയ മല പോകുന്ന പോലെയാണ് പോള പോകുന്നത്. അപ്പം ഇത് നിയന്ത്രിക്കാൻ വേണ്ടി എൻജിനീയർമാരും AI ഒക്കെ വന്ന് ഇപ്പോൾ ഉണ്ട്. ഇവരെന്തുകൊണ്ട് നേരത്തെ വന്ന് ക്ലീൻ ചെയ്തില്ല? ഉണ്ടോ? ആ ഒരു പ്രദേശം ഫുള്ള് പോളയാണ്. അവരിന്നാണ് ക്ലീൻ ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇന്നാണ് രാഹുകാലം കിട്ടിയവർക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി. ഇതെല്ലാം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാധാരണക്കാരായ കുട്ടനാട്ടുകാരാണ്. ഉണ്ടോ? ഇതാണ് മുളയ്ക്കാന്തുരുത്തി പാലം. ഈ പോള മാറ്റുന്നതുകൊണ്ട് വെള്ളം സുഗമമായി പോവുകയും ചെയ്യും. പക്ഷേ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നാണ് പറയുന്നത്. ഉദ്യോഗസ്ഥർ അവരുടെ കൃത്യസമയത്ത് അവരുടെ ജോലി ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരവസ്ഥ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടോ അങ്ങോട്ടൊക്കെ ഒത്തിരി വീടുകൾ, ആ വീടുകളെല്ലാം വെള്ളത്തിലാണ്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ?